എരുമപ്പെട്ടി പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. ഇഞ്ചോടിഞ്ച് പൊരുതിയാണ് LDF ഭരണ തുടർച്ച നേടിയത്. ആകെ 19 വാർഡുകളിൽ 10 സീറ്റ് LDFും 8 സീറ്റ് UDFും 1 സീറ്റ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കരസ്ഥമാക്കി. വാർഡ് 1-ലാണ് ശ്രദ്ധേയമായ മത്സരം നടന്നത്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ MM സലീമിനെ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന K ഗോവിന്ദൻകുട്ടി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെടുത്തി. നിലവിലുണ്ടായിരുന്ന സീറ്റ് തർക്കങ്ങളും പ്രശ്നങ്ങളും വന്നതിൻ്റെ തുടർന്ന് എൻ്റെ വാർഡിലെ വർഷങ്ങളായി കൂടെ പ്രവർത്തിക്കുന്ന 40ഓളം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയും 35ലധികം വർഷം കോൺഗ്രസിനെ വിജയിപ്പിക്കുന്ന വാർഡ് ആയതുകൊണ്ട് അവിടുത്തെ പ്രവർത്തകരും അവിടുത്തെ കുടുംബങ്ങളും വളരെയധികം അടുപ്പം കാണിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അവരുടെ എല്ലാം മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിത്വത്തിനെ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അത്തരത്തിൽ ഒരു ജനകീയ കൂട്ടായ്മ രൂപപ്പെടുകയുണ്ടായി. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം ശരിയായിരുന്നു എന്നുള്ളത് ഈ റിസൾട്ട് വ്യക്തമാക്കുകയാണ്. പ്രമുഖ നേതാക്കൾ മത്സരിച്ച 19-ാം വാർഡിൽ തീപാറുന്ന പ്രകടനങ്ങളാണ് മുന്നണികൾ കാഴ്ചവെച്ചിരുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന NK കബീറിനോട് പരാജയം ഏറ്റുവാങ്ങി. LDF 17-ാം വാർഡ് സ്ഥാനാർത്ഥിയും മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സുമന സുഗതനും പരാജയപ്പെട്ടവരിൽ പ്രമുഖയാണ്. LDF 11-ാം വാർഡ് സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വിജയിച്ച 2015-ലെ പഞ്ചായത്ത് പ്രസിഡന്റ് 6-ാം വാർഡ് UDF സ്ഥാനാർത്ഥി മീന ശലമോനും വിജയിച്ച പ്രമുഖരിൽ ഉൾപ്പെടുന്നു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് LDFന് തുടർഭരണം ലഭിക്കാൻ ഇടയാക്കിയതെന്ന് കഴിഞ്ഞ ഭരണസമിതി പ്രസിഡന്റ് S ബസന്തലാൽ പറഞ്ഞു. പ്രിയപ്പെട്ട കുന്നോളം MLA AC മൊയ്തീൻ്റെയും ആലത്തൂർ MP K രാധാകൃഷ്ണൻ്റെയും ഒക്കെയുള്ള ഇടപെടൽ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടാക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ്. തീർച്ചയായും എരുമപ്പെട്ടിയിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തുടർഭരണത്തിലൂടെ കൂടുതൽ നന്നായി ജനകീയമായി ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിൽ തുടർഭരണം ഏൽപ്പിച്ച എരുമപ്പെട്ടി പൗരാവലിയെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.